നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. SG കോളേജ്, NCC, NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെ കോളേജിന്റെ നോർത്ത് ബ്ലോക്ക് ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് ആലപ്പുഴ തുമ്പോളി ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് PP ചിത്തരഞ്ജൻ MLA ആവശ്യപ്പെട്ടു. KSRTC CMDക്ക് അയച്ച കത്തിലാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. HSLM MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി വാങ്ങിയ സ്കൂൾ ബസ് കൈമാറി. കളർകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. SD കോളേജ്, NCC, NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെ നോർത്ത് ബ്ലോക്ക് ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണ ചടങ്ങിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാനം മഹാദാനം എന്ന സന്ദേശമുയർത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസും SD കോളേജ്, NCC, NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. SD കോളേജ് നോർത്ത് ബ്ലോക്ക് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 100ഓളം പേർ രക്തം ദാനം ചെയ്തു. ബാങ്കിന്റെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പിൽ നിന്നും ലഭിച്ച രക്തം വണ്ടാനം TD മെഡിക്കൽ കോളേജ് ആശുപത്രി ബ്ലഡ് ബാങ്കിന് കൈമാറുമെന്ന് HR മാനേജർ KR അഭിലാഷ് ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായി രാജ്യവ്യാപകമായി നമ്മൾ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ SD കോളേജും റീജിയണൽ ഓഫീസ് ആലപ്പുഴയും ചേർന്ന് നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100ഓളം ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു കഴിഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫുകളും SD കോളേജിലെ NSS ആൻഡ് NCC യൂണിറ്റുകളും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ മാനേജർ TV മനോജ്, ചീഫ് മാനേജർ J കാഞ്ചന, R അനിൽകുമാർ, സുജിത് ചന്ദ്രൻ, S ശരത് ലാൽ, M അനിൽകുമാർ, SD കോളേജ്, NCC, NSS ഓഫീസർമാരായ ദാമു ചന്ദ്രൻ, Dr. S ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് ആലപ്പുഴ തുമ്പോളി ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് PP ചിത്തരഞ്ജൻ MLA ആവശ്യപ്പെട്ടു. KSRTC CMDക്ക് അയച്ച കത്തിലാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. KSRTC പുതുതായി പ്രസിദ്ധപ്പെടുത്തിയ ലിസ്റ്റിൽ ആലപ്പുഴയിലെ പ്രധാന കേന്ദ്രമായിട്ടുള്ള തുമ്പോളി ജംഗ്ഷൻ ഉൾപ്പെട്ടിട്ടില്ല എന്നും അടിയന്തരമായി തുമ്പോളിയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശം ഉണ്ടാകണമെന്ന് PP ചിത്തരഞ്ജൻ MLA ആവശ്യപ്പെട്ടു. തീരദേശത്തു നിന്നും NH-ലേക്ക് എത്തുന്ന പ്രധാന പ്രവേശന കവാടമാണ് തുമ്പോളി. ആലപ്പുഴ ശവക്കോട്ടപ്പാലം കഴിഞ്ഞാൽ പിന്നെ കരവൂർ ജംഗ്ഷനിൽ മാത്രമാണ് സ്റ്റോപ്പുള്ളത്. തുമ്പോളിയിൽ ഒരു സ്റ്റോപ്പ് കൂടി അനുവദിക്കേണ്ടത് അനിവാര്യമാണെന്നും MLA കത്തിൽ ചൂണ്ടിക്കാട്ടി. HSLM MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി വാങ്ങിയ സ്കൂൾ ബസ് കൈമാറി. കളർകോട് ഗവൺമെന്റ് LP സ്കൂളിന് അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നിർവഹിച്ചു. HSLM MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 19 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ സ്കൂൾ ബസ് കൈമാറി. കളർകോട് ഗവൺമെന്റ് LP സ്കൂളിന് അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നിർവഹിച്ചു. 40 ഇരിപ്പിട സൗകര്യമുള്ള ബസ്സാണ് സ്കൂളിന് വാങ്ങി നൽകിയത്. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന ചടങ്ങിൽ SMC വൈസ് ചെയർമാൻ M പ്രകാശ്, AEO MK ശോഭന, കൗൺസിലർ ഹരികൃഷ്ണൻ, പ്രഥമാധ്യാപിക PP ശാലിനി, സീനിയർ അസിസ്റ്റന്റ് CS അനിതമ്മ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ പാതിരാപ്പള്ളി പാട്ടുകളം ശ്രീ രാജരാജേശ്വരി മഹാദേവി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. ആത്മീയ പ്രഭാഷക പ്രൊഫസർ സരിത അയ്യർ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്തു. പാട്ടുകളം ശ്രീ രാജരാജേശ്വരി മഹാദേവി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. പാട്ടുകളം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പ്രവർത്തക സംഗമം ആത്മീയ പ്രഭാഷക പ്രൊഫസർ സരിത അയ്യർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനില്ലാതെയായി എന്ന് വിചാരിക്കുക, മുഴുവൻ മനുഷ്യരും ഇല്ല. ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും? സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. കുറച്ചുകൂടി നന്നായിട്ട് പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ, വേസ്റ്റ് ഒന്നും ഇല്ലാതെ, ഹോണടികളൊന്നും ഇല്ലാതെ ഈ പ്രപഞ്ചം കുറച്ചുകൂടി മനോഹരമാകും. ചെടികളൊക്കെ നന്നായിട്ട് പുഷ്പിക്കും, അല്ലേ? യാതൊരു പരിസര മലിനീകരണവും ഇല്ല. ഈ മൃഗങ്ങളൊക്കെ വളരെ മനസമാധാനമായിട്ട് ജീവിക്കും. ഭൂമി അതിസുന്ദരമാകും. നേരെ തിരിച്ചാണെങ്കിലോ, നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഇല്ലാതെയായെന്ന് വിചാരിക്കുക. നമുക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും? ബാക്ടീരിയ ഇല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റൊക്കെ ആരെങ്ങനെ ഇല്ലാതെയാകും, അല്ലേ?
അപ്പോൾ നമ്മൾ മാത്രമുണ്ട്, ബാക്കി ഒന്നുമില്ലെങ്കിലോ നമ്മളുടെ അസ്തിത്വം തന്നെ ഇല്ലാതെയാകും. ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാനും SNDP അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറിയുമായ KN പ്രേമാനന്ദൻ യോഗത്തിൽ അധ്യക്ഷനായി. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ VK സാനു യോഗത്തിന് സ്വാഗതം പറഞ്ഞു. മുഖ്യ രക്ഷാധികാരി K സദാശിവൻ, മറ്റ് രക്ഷാധികാരികളായ D ഗോപിദാസ്, TV ആനന്ദൻ, VN ശങ്കരൻകുട്ടി നായർ, PP സദാനന്ദൻ, വൈസ് ചെയർമാൻമാരായ DLV ജയകുമാർ, CP മോഹനൻ, VN പ്രഭാകരൻ, P ശശികുമാർ, V രാധാകൃഷ്ണൻ, മറ്റ് ഭാരവാഹികൾ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. 1.5 കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നതെന്ന് ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപഭോക്തൃ ബോധവൽക്കരണ ക്യാമ്പും പഠന ക്ലാസും നടത്തി. മുൻമന്ത്രി G സുധാകരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപഭോക്തൃ ബോധവൽക്കരണ ക്യാമ്പും പഠന ക്ലാസും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മുൻമന്ത്രി G സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ അവകാശ സംരക്ഷണ നിയമം സമഗ്രമായിട്ടുള്ള നിയമമുണ്ടെങ്കിലും അവ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് G സുധാകരൻ അഭിപ്രായപ്പെട്ടു. ടെലിവിഷന്റെ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടുക, അതനുസരിച്ച് അവർ പൈസ സാധാരണക്കാർ അറിയുന്നില്ല. കാഴ്ചക്കാരനോട് യാതൊരു പൂർവ്വം ടെലിവിഷൻ സമ്മതിക്കില്ല. ഒരു ആശ്രമമാണ്, ഒരു ആശ്രമം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ മാനദണ്ഡങ്ങളെയും ലംഘിക്കുക, എല്ലാ സദാചാര സാമൂഹിക സദാചാര സിദ്ധാന്തങ്ങളും ലംഘിക്കുക എന്നുള്ളതാണ് നടന്നുകൊണ്ടത്. അപ്പം അതിനെതിരായ ചെറിയ ചെറുതാണ് നമ്മുടെ സംഘടന നടത്തുന്നത്. അത് വലിയൊരു കാര്യമാണ്. CFK സംസ്ഥാന ചെയർമാൻ KG വിജയകുമാരൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സക്കരിയ പള്ളിക്കണ്ടി യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ജില്ലാ പ്രസിഡന്റ് PR ഷോളി മുഖ്യ പ്രഭാഷണം നടത്തി. ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ജയ്സപ്പൻ മത്തായി, പുന്നപ്ര മധു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഉപഭോക്തൃ അവകാശ സംരക്ഷണ നിയമം എന്ന വിഷയത്തെ അധികരിച്ച് അഡ്വക്കേറ്റ് K ജയകുമാറും ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് R സനൽകുമാറും ക്ലാസ് നയിച്ചു. ഉപഭോക്തൃ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിവരുന്ന സംസ്ഥാന ചെയർമാനെ ഉപഹാരം നൽകി ആദരിച്ചു. വർക്കിംഗ് ചെയർമാൻ സെക്രറിയാസ് N സേവിയർ, N ഗോപാലകൃഷ്ണൻ, രാജു പള്ളിപ്പറമ്പിൽ, അമ്പലപ്പുഴ ശ്രീകുമാർ, T ഗഫൂർ, മുഹമ്മദ് ഹാജി, നുസൈഫ മജീദ്, A ജലജ, K മേനോൻ, സന്തോഷ് തുറയൂർ, ജോഷി മൊഴിയങ്കൽ, സുനിൽ ജോർജ്, ജോസഫ് മാരാരിക്കുളം, ME ഉത്തമക്കുറുപ്പ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. SG കോളേജ്, NCC, NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെ കോളേജിന്റെ നോർത്ത് ബ്ലോക്ക് ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് ആലപ്പുഴ തുമ്പോളി ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് PP ചിത്തരഞ്ജൻ MLA ആവശ്യപ്പെട്ടു. KSRTC CMDക്ക് അയച്ച കത്തിലാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. HSLM MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി വാങ്ങിയ സ്കൂൾ ബസ് കൈമാറി. കളർകോട് ഗവൺമെന്റ് ഹൈസ്കൂൾ സ്കൂളിന് അനുവദിച്ച ബസിന്റെ ഫ്ലാഗ് ഓഫ് നഗരസഭാ അധ്യക്ഷ KK ജയമ നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.